ഹലോ, വീണാസ് ഫ്രണ്ട് മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണയാണ്. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വാസത്തോടെ ഞാൻ പുതിയ വീട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാനും ടൗണിലെല്ലാം പോയി വന്നേ ഉള്ളൂ കേട്ടോ. നാളെ മോൻ്റെ ബർത്ത്ഡേ ആണ്, കുഞ്ഞോട്ടിൻ്റെ ബർത്ത്ഡേ ആണ്, 2 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെതായ കുറച്ച് കാര്യം കഴിഞ്ഞ് ടൗണിൽ പോയതാണ് കേട്ടോ. അയ്യോ എന്തൊരു ഭയങ്കര ചൂടാണെന്ന് അറിയാം. ഞാനൊരു 10 മണിയാകുമ്പോൾ പോയതാണ്, 10-10:30 പോയതാണ്. ഏകദേശം 1 മണി കഴിഞ്ഞ് വീട്ടിലെത്തും കേട്ടോ. അപ്പം ഭയങ്കര വെയിലാണ്. വൈകുന്നേരം ആകുമ്പോൾ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോന് സ്കൂളിലോട്ട് വരും. അപ്പം അവനെ കൂട്ടാനൊക്കെ ആൾ വേണം. അങ്ങനെ ഞാൻ രാവിലെ പോയിട്ട് വേഗം വരാനായിട്ട് പോയതാണ്. പക്ഷെ ഭയങ്കര വെയിലാണ്. ഞാൻ മോനെയും കൂട്ടി പോയി ഡ്രസ്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. പിന്നെ 1-2 ഫാൻസി ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്, അതെല്ലാം വാങ്ങിച്ചു. പിന്നെ ഒരു വത്തക്കയും വാങ്ങിച്ചു, വെയിലല്ലേ. അപ്പം അങ്ങനെ വത്തക്കയും വാങ്ങിച്ചിട്ടൊക്കെ വന്നിട്ടോ. വന്ന് കുറച്ച് നേരം പാരറ്റ് കുറച്ച് ഇരുന്നു. അത് കഴിഞ്ഞ് മോൻ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ അപ്പോൾ അധികം വലിച്ചിട്ട് കാര്യങ്ങളൊന്നും വഷളാക്കുന്നില്ല. കുറച്ചൊന്നുണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ വന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർ, നമ്മൾ അടുത്ത് ഇടപഴകുന്നവർ, അങ്ങനെ കുറച്ച് പേരുണ്ടാവും. അപ്പം നമ്മൾ അവരെ അത്രത്തോളം വിശ്വസിക്കും അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹിക്കും. അപ്പം അവരിൽ നിന്ന് നമുക്ക് കുറച്ച് എന്താ പറയുക, പെട്ടെന്ന് ഒരു എന്താ പറയുക, അനാവശ്യമായ ഒരു വാക്കോ അല്ലെങ്കിൽ നമ്മളെ അവര് മനസ്സിലെ ഒരു രീതിയിലും പിന്നെ പുറമെ ഒരു രീതിയിലും കാണുന്നു എന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അതിന് റിയാക്ട് ചെയ്യുക മനസ്സിലായി നിങ്ങൾക്ക്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കുറിച്ച് മനസ്സിലൊരു ധാരണയായിരിക്കും, പുറമെ അവരെ കാണുമ്പം എന്താ പറയാ ഒരു അഭിനയമായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നോ ആ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നമ്മളെ വിശ്വാസം തട്ടിപ്പൊട്ടിക്കുമ്പം നമ്മൾ എത്രത്തോളം വേദന അനുഭവിക്കും. ഒരാളെ കഴിഞ്ഞ് നമ്മൾ വെറുപ്പാണ്. നമ്മൾ ഒരാൾക്ക് നല്ലത് ചെയ്യാൻ പോയിട്ട് അത് ദോഷമായി ഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. എനിക്കത് പലവട്ടം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കാര്യത്തിൽ പലവട്ടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെന്താ പറയുക, ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം പറയുമ്പം അത് നെഗറ്റീവായിട്ട് ചിന്തിക്കാം, അത് പോസിറ്റീവായിട്ട് ചിന്തിക്കാം കേട്ടോ. പക്ഷെ അത് ഞാൻ പറയുന്നത് പോസിറ്റീവായിരിക്കും ഞാൻ പറയുന്നത്. അവരെന്ത് വിചാരിക്കും, നെഗറ്റീവാണ് പറയുന്നത് എന്നിട്ട് അവർ നെഗറ്റീവിലോട്ട് തിരിക്കും. അപ്പോൾ എന്താവും, അവരുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. എൻ്റെ കാര്യത്തിൽ പകുതി സ്ഥലത്ത് അങ്ങനെ തന്നെ സംഭവിക്കാം കേട്ടോ. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഒരാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കുക, എൻ്റെ ചുറ്റുവട്ടുള്ള ആളെന്നെ വെച്ചോ. നമ്മൾ കുറേ വല്ലാതെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ വല്ലാതെ വിശ്വസിക്കുകയും ചെയ്യുമ്പം പെട്ടെന്ന് ഒരു ദിവസം അവർ നമ്മളോട് ഒരു എന്താ പറയുക, വിശ്വാസവഞ്ചനയോ അല്ലെങ്കിൽ സ്നേഹക്കുറവ് മീൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ അവർ നമ്മൾ എങ്ങനെയാണ് അവരോട് സ്നേഹം കാണിക്കുന്നത്, അല്ലെങ്കിൽ അവർ നമ്മളോട് എങ്ങനെ സ്നേഹം കാണിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസവഞ്ചന കാണിക്കുന്നു. അതൊക്കെ അവർ കാണിക്കാതിരിക്കുന്നിടത്തോളം കുഴപ്പമില്ല. അവർ നമ്മളോട് ചെയ്ത ചതിയാണെന്ന് മനസ്സിലാവുന്ന ആ നിമിഷമില്ലേ, ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ സ്വയം അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പം ഞാൻ പല സ്ഥലത്തും അങ്ങനെ ഞാൻ നേരിട്ടിട്ടുണ്ട് കേട്ടോ. പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട് എല്ലാവരുടെ ജീവിതത്തിൽ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, അപ്പം എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ പ്രശ്നം അവിടെ പറഞ്ഞ് തീർത്ത് കഴിയുമ്പോൾ പിന്നീട് ആ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമില്ല, അത് അവിടെ തീർന്നു. ഇനി അടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിടേണ്ട കാര്യമില്ല. അപ്പം ആ കഴിഞ്ഞൊരു വീട്, അത്ര തന്നെ ഉള്ളൂ. പ്രശ്നങ്ങളും സന്തോഷവും സങ്കടവും എല്ലാം നിറഞ്ഞതാണ് ഒരു ജീവിതം എന്ന് പറയുമ്പോൾ. അപ്പം ആരോടും പിന്നെ ദേഷ്യപ്പെടാതെ, സങ്കടപ്പെടാതെ, അല്ലെങ്കിൽ ചതിക്കാതെ, വഞ്ചിക്കാതെ, വിശ്വാസവഞ്ചന കാണിക്കാതെ എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ജീവിക്കുക. അത്രേ പറയാനുള്ളൂ. കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. പക്ഷെ ആ സമയത്ത് എൻ്റെ മുഖം കാണുമ്പോൾ ഭയങ്കര ഇതിലായിരിക്കും, എന്താ പറയുക, ഭയങ്കര ദേഷ്യത്തിലുള്ള പോലെ തോന്നും. പക്ഷെ ആ സ്റ്റാർട്ടിങ്ങിൽ ദേഷ്യപ്പെടുന്ന ആ ദേഷ്യം അവസാനം വരെ ഉണ്ടാവാറില്ല കേട്ടോ. പെട്ടെന്ന് ഞാൻ കരയും. എനിക്ക് ഭയങ്കരമായിട്ട് വർത്തമാനം പറയും, എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ പെട്ടെന്ന് അതെല്ലാം പറഞ്ഞ് അവസാന സമയമാകുമ്പോഴേക്കും ഞാൻ കരയും. അത് എന്താ പറയുക, അതങ്ങനെയാണ്. എനിക്ക് ആരെങ്കിലും പെട്ടെന്ന് എന്നെ കുറ്റപ്പെടുത്തുകയോ പിന്നെ അങ്ങനെയൊക്കെ പെട്ടെന്ന് സങ്കടം വരും കേട്ടോ. കരച്ചിലും കാര്യങ്ങളൊക്കെ വരും. അപ്പം എന്താ പറയുക, സ്നേഹം കൂടുതലുള്ളവർക്ക് സങ്കടം പെട്ടെന്ന് വരുന്നൊക്കെ പറയാറുണ്ട്. കുറേ രീതിയിലും കുറേ ഇത് കാണാറുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ കാര്യം എനിക്ക് പറയാലോ, എനിക്ക് പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് മുഖം കറുപ്പിച്ചതേക്ക് പറഞ്ഞാൽ അപ്പം എനിക്ക് അതിൻ്റെ തന്നെ പുറകെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് കരഞ്ഞ് ഒരു വിധാവും ഞാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം കേട്ടോ. അപ്പം ആരും അങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും എന്താ പറയുക, പോസിറ്റീവായിട്ട് തന്നെ എടുക്കാൻ പറ്റും എന്ന് പറയാനും പറ്റില്ല. നെഗറ്റീവായിട്ടും ചിന്തിക്കേണ്ട കാര്യമില്ല. നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് അത് ഏതാണ് അനുയോജ്യമായിട്ട് തോന്നുന്നത് അങ്ങനെ എടുക്കാം കേട്ടോ. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ് നമ്മുടെ ഓരോ
വാക്കുകളും. അത് നെഗറ്റീവായിട്ട് എടുക്കാം, അത് പോസിറ്റീവായിട്ട്. ഞാൻ കൂടെ ഈ പറഞ്ഞതിന് കാരണം അത് അങ്ങനെയാണ്. എൻ്റെ കാര്യങ്ങളിൽ തന്നെ പല സ്ഥലത്തും ഞാനത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ കൂടെ പറയുന്നത് കേട്ടോ. ഇനിയിപ്പം കാണുന്നവർക്ക് മനസ്സിലാക്കിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ അത് ആരാണോ ആ വ്യക്തി അവർക്കറിയാലോ. നമ്മൾ ഫേസ് ചെയ്യുന്ന ഏതാണോ ആ വ്യക്തിക്ക് അങ്ങനെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒരു കാര്യങ്ങൾക്ക് രണ്ട് വശങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ അങ്ങനെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ അധികം വലിച്ചിട്ടില്ല. ഞാൻ പറയണം ഉദ്ദേശിച്ചു വന്ന കാര്യം വേറെ എന്തൊക്കെയായിരുന്നു, പറഞ്ഞു തീർത്തപ്പോൾ അത് എന്തൊക്കെയായി മാറി കേട്ടോ. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ. വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഗൈസ്.